എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോൾ പ്രസിദ്ധീകരിക്കും എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളോട് പറയാം. തേർഡ് ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ മുൻ വർഷങ്ങളിൽ ഈ ഒരു തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ വർഷം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അത് എങ്ങനെയാണ്, ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തേർഡ് ട്രാൻസ്ഫർ അഥവാ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിവരങ്ങളും ലഭ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് ട്രാൻസ്ഫർ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും സാധ്യത ചിലപ്പോൾ മാത്രമാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇനി സ്പോട്ട് അഡ്മിഷൻ വഴി സീറ്റ് ഫില്ല് ചെയ്യുകയാണോ ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ആ ഒരു കാര്യവും നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ തേർഡ് ട്രാൻസ്ഫർ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. പല വിദ്യാർത്ഥികളും തേർഡ് ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് അപ്പോൾ വിവിധ ജില്ലകളിൽ അവധി കാരണവും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ ഈ ഒരു അഡ്മിഷൻ ട്രാൻസ്ഫർ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം കൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് വൈകുന്നത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന തരത്തിലോ ആണ് പ്രസിദ്ധീകരിക്കുക. കാരണം വിവിധ ജില്ലകളിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, വിവിധ ജില്ലകളിൽ അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് പല സ്കൂളുകൾക്കും അവർക്ക് TC വാങ്ങിച്ച് അടുത്ത സ്കൂളിലൊക്കെ പോകാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റിസൾട്ട് വൈകാനുള്ള കാരണം. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ട്രാൻസ്ഫറിന് ഫസ്റ്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ കിട്ടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു പ്രധാനപ്പെട്ട സംശയമാണ്. നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ സീറ്റ് വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നല്ല, അതായത് അവിടെ ആ ഒരു കോഴ്സിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിലേക്കാൾ മുൻഗണനയിലാണ് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ സാധിക്കുക. അതായത് ഇപ്പോൾ ഓരോ സ്കൂളിലും ഓരോ കോഴ്സിലും, ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ A എന്ന സ്കൂളിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സയൻസിനാണ് നിങ്ങൾ അപേക്ഷിച്ചത്, അത് ബയോളജി സയൻസിനാണ് അപേക്ഷിച്ചത് എന്ന് കരുതുക. A എന്ന സ്കൂളിൽ നിങ്ങൾ ബയോളജി സയൻസിനാണ് ഈ ഒരു അപേക്ഷിച്ചത്. അപ്പോൾ ആ ഒരു ഓരോ കോഴ്സിലേക്കും ഓരോ സ്കൂളിലെയും ഓരോ കോഴ്സിലേക്കും അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുകയും അവരുടെ റാങ്ക് അനുസരിച്ച്, അതായത് ആരാണോ മുൻഗണനയിൽ അവരുടെ WGPA ആർക്കാണോ കൂടുതലുള്ളത് അവർ ഏത് ഓപ്ഷനാണ് ഫസ്റ്റ് നൽകിയുള്ളത് അതിനനുസരിച്ചും, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലുള്ള സീറ്റ് അനുസരിച്ചും, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ നിന്ന് ആ ഒരു കോഴ്സിൽ നിന്ന് എത്ര വിദ്യാർത്ഥികൾ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെച്ച് ട്രാൻസ്ഫർ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ആശ്രയിച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുമോ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുക. അതുപോലെ മുൻ വർഷങ്ങളിലൊക്കെ ഫസ്റ്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിൽ മറ്റൊരു സ്കൂളുകളിലൊക്കെ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ കിട്ടുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക്, അതായത് ഇതുവരെ ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിൽ മറ്റൊരു സ്കൂളിലേക്കോ കോഴ്സിലേക്കോ ഒക്കെ മാറ്റം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നാൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ലഭിക്കാതെയും വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിലവിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള സ്കൂളിൽ തന്നെ തുടർന്ന് പഠിച്ചാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോഴ്സിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് മാറേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് ഈ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ എനിക്ക് ആ ഒരു ട്രാൻസ്ഫർ കിട്ടുന്ന സ്കൂളിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല, അതായത് ഞാൻ വെച്ച ഓപ്ഷൻ നൽകിയുള്ള സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ എനിക്ക് മാറാനായിട്ട് താല്പര്യമില്ല, നിലവിൽ പഠിക്കുന്ന ആ ഒരു കോഴ്സിൽ തന്നെ തുടരാനാണ് ആഗ്രഹം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളോട് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കും മുമ്പ് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫറിന് ഓപ്ഷൻ കൊടുക്കാവൂ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫർ കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ കിട്ടാതെ വരികയാണെങ്കിൽ നിലവിലെ സ്കൂളിൽ തുടർന്ന് പഠിക്കാം. അതേസമയം നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിലേക്ക് പോയിട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് മാറേണ്ടത് നിർബന്ധമാണ്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിലവിലെ കോഴ്സിൽ തന്നെ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയുള്ള സ്കൂൾ വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ട്രാൻസ്ഫർ
അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരും. അത് നിങ്ങൾക്ക് സ്കൂളായിരുന്നാലോ കോഴ്സ് ആയിരുന്നാലോ മാറേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എ എന്ന സ്കൂളിൽ നിന്നും ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കൊമേഴ്സ് ആണെന്ന് കരുതുക. ഞാനിപ്പോൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് സയൻസിനാണെന്ന് കരുതുക. അപ്പോൾ എനിക്ക് ബയോളജി സയൻസിലേക്ക് ഓപ്ഷൻ കിട്ടി, ട്രാൻസ്ഫർ കിട്ടിയെന്ന് കരുതുക. എനിക്ക് ആ ഒരു സമയത്ത് തോന്നുന്നു എനിക്ക് കമ്പ്യൂട്ടർ സയൻസിൽ, അതായത് ഈ കൊമേഴ്സ് തന്നെ മതി എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബയോളജി സയൻസ് എനിക്ക് എനിക്കത് വേണ്ട എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ആ ഒരു കൊമേഴ്സിൽ തുടരാൻ സാധിക്കുന്നതല്ല. കാരണം എനിക്ക് ബയോളജി സയൻസിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത് കൊണ്ട് തന്നെ ആദ്യം ലഭിച്ചിട്ടുള്ള സീറ്റ് ആ ഈ ഒരു ട്രാൻസ്ഫർ കിട്ടുന്നതോടെ നഷ്ടപ്പെടുകയും ആ ഒരു സീറ്റ് ഒഴിവായിട്ട് കണക്കാക്കിയിട്ട് ആ ഒരു സീറ്റിലേക്ക് മറ്റൊരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ നൽകപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ അഡ്മിഷൻ ഇവിടേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു നിങ്ങൾ പോയിട്ടുള്ള ആ ഒരു വേക്കൻസിയിലേക്ക് മറ്റൊരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ കിട്ടുകയും ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചിട്ട് ആ ഒരു മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൊമേഴ്സിലേക്കോ അല്ലെങ്കിൽ ഏത് കോഴ്സാണ് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏത് സ്കൂളായിരുന്നു മുമ്പുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലേക്ക് തിരിച്ച് പോകാനായിട്ട് പറ്റുന്നതായിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ അനുവദിക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥി ആദ്യം ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂൾ ആയിക്കോട്ടെ അവിടെ ആ ഒരു സീറ്റ് വേക്കൻസി ആയിട്ട് കണക്കാക്കുകയും അതിലേക്ക് മറ്റൊരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ അനുവദിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിലേക്ക് നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ അത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അത് നിർബന്ധമായിരിക്കും. കാരണം ആദ്യം നിങ്ങൾക്ക് ഒരു സ്കൂളിൽ ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് ആദ്യം ലഭിച്ചിട്ടുള്ള സീറ്റ് അല്ലെങ്കിൽ ആദ്യം ലഭിച്ച സ്കൂളിലെ സീറ്റ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് പുതിയ അലോട്ട്മെൻറ്റ്, പുതിയ കോഴ്സിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ തരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ള കോഴ്സിലേക്കോ സ്കൂളിലേക്കോ മാറേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പല വിദ്യാർത്ഥികളും ഈ ഒരു രീതിയിൽ കോഴ്സ് മാറാനായിട്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കോഴ്സിൽ നിങ്ങൾ പഠിക്കാതിരിക്കാനൊക്കെയുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ കോഴ്സ് ടഫായിരിക്കും എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും അത് നിങ്ങൾ പഠിക്കാതിരുന്നാൽ അത് നിങ്ങൾക്ക് വളരെയധികം ടഫായിരിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബയോളജി സയൻസ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട, അല്ലെങ്കിൽ സയൻസ് ആണ് കിട്ടുന്നതെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു കോഴ്സിലേക്ക് മാറേണ്ടതും അതുപോലെ തന്നെ എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ അത് അടയ്ക്കുകയും ചെയ്താൽ മതി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കുമാണ് ട്രാൻസ്ഫർ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് ഒഴികെ നിങ്ങൾക്ക് ബാക്കിയെല്ലാം നിങ്ങൾ നൽകിയുള്ള, അതായത് PTA ഫണ്ട്, ക്വോഷൻ ഡെപ്പോസിറ്റ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, പുതിയ TC എന്നിവ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതും അത് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതിനോടൊപ്പം തന്നെ ആദ്യം അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്നുമുള്ള അഡ്മിഷൻ്റെ ആ ഒരു സ്ലിപ്പ്, അത് അഡ്മിഷൻ എടുത്തതിൻ്റെ അഡ്മിഷൻ റെസിപ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അഡ്മിഷൻ്റെ സ്ലിപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു പുതുതായിട്ട് അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നൽകിയാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ മാറേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇനി ട്രാൻസ്ഫർ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ചൊരു അറിയിപ്പൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇനി സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടുന്ന കോഴ്സ്, അത് നിലവിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണുള്ളത് അത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് തിങ്കളാഴ്ച അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും പ്രസിദ്ധീകരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെയോ മറ്റോ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.